വന്നപ്പോൾ അനുകൂലിച്ച പല ആളുകളുമാണ് ഇപ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നതിനുള്ള സത്യം കൂടെ നമ്മൾ ഓർക്കണം. എന്തുമാകട്ടെ, ഗവൺമെൻറ്റിൻ്റെതായാലും ആരുടേതായാലും അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ഇന്ന് കോടതി കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ച് തീരുമാനം കോടതി എടുക്കട്ടെ. ഏതായാലും സ്ത്രീപ്രവേശനം അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ രാജ്യത്തെ അയ്യപ്പ ഭക്തരെ കൂടുതൽ ആകർഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് സർക്കാർ തിരുത്തണ്ടെന്ന് ചോദിച്ചാൽ തിരുത്തണം. ജനവികാരം കണ്ടല്ലോ. ആ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സർക്കാർ തിരുത്തിയില്ല പ്രവർത്തനം കൊണ്ട് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുമല്ലോ. നടപ്പാക്കാനുള്ള വലിയ വികാരങ്ങളോ അതിൻ്റെതായ ഒരു ചടുകലതയോ അല്ലെങ്കിൽ അത് പ്രശ്നത്തിനോ ഒന്നും കാണിച്ചില്ല. അത് ജനവികാരം മനസ്സിലായിക്കൊണ്ട് തന്നെ അവിടെ ചർച്ചാ വിഷയമാണ്. നവോത്ഥാനത്തെ പറ്റുന്ന ചർച്ചയാകില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുന്നവരാണ്. നമ്മളെന്നോട് വിളിച്ചത് ശബരിമല കാര്യം പറയാൻ. നവോത്ഥാനം കഴിഞ്ഞ് വലോത്ഥാനത്തിലേക്ക് ആവശ്യത്തിലേക്ക് പോകേണ്ട കാര്യം. അത് സർക്കാർ തീരുമാനിച്ചു. ഞാൻ തീരുമാനിക്കേണ്ട കാര്യമില്ല. കക്ഷി ചേരുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത പേരിൽ ഏപ്രിൽ മാസത്തിൽ എല്ലാവരും അതിന് മുമ്പ് തന്നെ അഭിപ്രായം എഴുതി അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് ഞാൻ കക്ഷി ചേരാനായിട്ട് പോകും. പക്ഷേ ഈ ആശയം വെച്ചുകൊണ്ട് കക്ഷി ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ കക്ഷി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കക്ഷി ചെയ്യേണ്ട കാര്യമില്ല. ഈ ആശയം കക്ഷി പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ കക്ഷി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആശയം വളരെ വ്യക്തമായി അന്ന് ഞങ്ങൾ പറഞ്ഞു. ഒരു ക്ലാരിറ്റി കോടതിയിൽ പുതിയൊരു സത്യവാങ്മൂലം സർക്കാരിന്റെ ഭാഗത്ത് സമർപ്പിക്കേണ്ടതുണ്ട് ഇതിനുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണം. സെക്രട്ടറിയുടെയും SNDP യോഗത്തിന്റെ ഒരു താല്പര്യം പുതിയൊരു സത്യവാങ്മൂലം വേണോ? സത്യവാങ്മൂലം വേണ്ടത് സർക്കാർ തീരുമാനിക്കട്ടെ. SNDP യോഗത്തെ സംബന്ധിച്ച് SNDP യോഗത്തിന് അഭിപ്രായം പറയാമെന്നാണ്. ആ അഭിപ്രായം ദയവ് ചെയ്ത് ചെയ്യാൻ പറയും. ആരൊക്കെ എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് അവരുടേതായ മേഖലയിൽ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോട്ടെ. അതായത് സർക്കാർ ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ.